ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി. വെൽക്കം ബാക്ക് ടു ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി. രാവിലെ പുട്ടാണെങ്കിൽ കൂടെ എന്താ, പയറാണോ അതോ പഴമാണോ? പഴമാണെങ്കിൽ, അതും ഞാലിപ്പൂവൻ പഴമാണെങ്കിൽ ഇനിയൊന്ന് അതിൽ പിടിച്ചു നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് പഴവർഗ്ഗങ്ങളുടെ വില ഉയരുകയാണ്. ഏത്തപ്പഴത്തിന്റെ വിലയേക്കാൾ കൂടുതലാണ് 1 കിലോ ഞാലിപ്പൂവൻ പഴത്തിന്. എറണാകുളത്ത് ഞാലിപ്പൂവന്റെ വില കിലോയ്ക്ക് 100 രൂപ കടന്നു. ജില്ലയുടെ വിവിധയിടങ്ങളിലേക്ക് എറണാകുളം പച്ചക്കറി മാർക്കറ്റിൽ നിന്നാണ് പഴം എത്തിക്കുന്നത്. വില ഉയരുന്നതിൽ വ്യാപാരികൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. അഞ്ജലി ശ്രീജിതാരാജ് നമുക്കൊപ്പം. പച്ചക്കറിക്ക് പിന്നാലെ പഴവർഗ്ഗങ്ങളുടെ വിലയും ഉയരുകയാണ്. നേന്ത്രപ്പഴത്തിനേക്കാളും വില കൂടിയിരിക്കുകയാണ് ഞാലിപ്പൂവന്. കിലോയ്ക്ക് 100 രൂപയിൽ കൂടുതലാണ് ടൗണിലൊക്കെ. ഇപ്പോൾ നമ്മളുള്ളത് എറണാകുളം പച്ചക്കറി മാർക്കറ്റിലാണ്. ഇവിടെ വിവിധ തരം പഴങ്ങളാണ് ഇവിടെ വിൽക്കാനായിട്ട് എത്തിച്ചിട്ടുള്ളത്. പ്രധാനമായും എറണാകുളം ജില്ലയിൽ ഈ മാർക്കറ്റിലാണ് പഴങ്ങൾ എത്തുന്നത്. എന്നിട്ടാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പഴങ്ങളെല്ലാം എത്തിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെയുള്ള കടയിലുള്ള ആളുകളോട് ചോദിക്കാം, എത്ര രൂപയാണ് പഴങ്ങളുടെ വില, ഏത് രീതിയിലാണ് ഇത് ആളുകളെ ബാധിക്കുന്നതെന്നൊക്കെ. ചേട്ടാ, എങ്ങനെയാണ് പഴത്തിൻ്റെ ഒരു വില പോകുന്നത്? പഴത്തിലിപ്പോൾ അല്പം വില കൂടുതലാണ്. സാധാരണ വിട്ടിട്ട് അല്പം കൂടുതലാണ്. ഇപ്പോൾ ഏത്തപ്പഴം 52 രൂപയാണ് കിലോ, ഞാലിപ്പൂവിന് 80 രൂപ, റോബസ്റ്റ് 38 രൂപയാണ്, പാളയംകുടൻ
40 രൂപയാണ്. അതൊക്കെയാണ് ഇപ്പോഴത്തെ വില. ഇങ്ങനെയൊക്കെയാണ് വില വിവര കണക്കുകളുള്ളത്. അതായത് ഇപ്പോൾ ഈ മാർക്കറ്റിൽ 80 രൂപയാണ് ഞാലിപ്പൂവന്, പക്ഷേ ടൗണിലേക്കൊക്കെ എത്തുമ്പോൾ വില ഇതിലും കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ഏറ്റവും ഡിമാൻഡുള്ള നേന്ത്രപ്പഴത്തിനെക്കാട്ടും വിലയാണ് ഇപ്പോൾ ഞാലിപ്പൂവന് കൂടിയിട്ടുള്ളത്. ചേട്ടാ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വില കൂടുന്നത്? അതായത് പഴവർഗ്ഗങ്ങളുടെ ഞാലിപ്പൂവൻ പുറത്തേക്ക് എക്സ്പോർട്ട് അധികം പോകണമായിട്ടാണ് വില കൂടണം. എവിടെ നിന്നാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഈ വാഴപ്പഴം കൊണ്ടുവരുന്നത്? മേട്ടുപ്പാളയം വള്ളിയൂർ ഏരിയയിൽ നിന്നാണ് സാധനം അധികം വന്നത്. അവിടെ ഇപ്പോൾ എക്സ്പോർട്ടുകാർ അധികം കയറിയേക്കണമായിട്ടാണ് ചരക്ക് ഇവിടെ കുറയണം, മാർക്കറ്റിൽ കുറയണം. കയറ്റുമതി ഇങ്ങനെ കൂടുന്നതുകൊണ്ടാണ് വില കൂടുന്നത്. കാലാവസ്ഥ ബാധിക്കുന്നുണ്ട്. അതൊന്നും അവിടെ വിഷയമല്ല. സാധനം ചരക്ക് ഉൽപ്പന്നം കൂടുതലാണെങ്കിലും ഉൽപ്പന്നത്തിനനുസരിച്ചിട്ട് സാധനം പുറത്തേക്ക് പോകുന്ന കാരണമാണ് സാധനം ഇത്ര ടൈറ്റ് തന്നെ, മാർക്കറ്റിലേക്ക് സാധനം കുറവ് വന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതുപോലെ വാഴപ്പഴത്തിന്റെ കൃഷി അതൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാം? അത് നോർമലാണ്, ഇത്ര അധികം ഉണ്ടാവില്ല. നോർമലായിട്ട് 2000-3000 ഒക്കെ ഓരോരുത്തർ വെക്കുള്ളൂ. ഇവിടെ നോർമലാണ് സാധനം. ഒരേ സീസണിൽ ഒരേ ടൈമിൽ ഇപ്പോൾ ആലുവ ആ സൈഡൊക്കെ കൊല്ലത്തിൽ ഒരു 2 മാസം 1 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. പ്രധാനമായിട്ടും നമ്മൾ തമിഴ്നാട് തമിഴ്നാട് കർണാടക ആ ഏരിയയിൽ നിന്ന് കൂടുതൽ സാധനം വന്നത്. മഴ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മഴ അങ്ങനെ ബാധിക്കൊന്നുമില്ല. ഓണാകുമ്പോഴേക്ക് വില കുറയും, അങ്ങനെ വിലയിൽ മാറ്റം ഉണ്ടാവും. മേട്ടുപ്പാള സീസൺ ആവുകയാണെങ്കിൽ വില ഇച്ചിരി കൂടി കുറയും, അല്ലെങ്കിൽ ഞാലിപ്പൂവിൻ്റെ കാര്യത്തിൽ വില കൂടുള്ളൂ. ഏറ്റവും ഡിമാൻഡ് ഉള്ളത് നേന്ത്രപ്പഴത്തിനാണ്, പക്ഷേ ഞാലിപ്പൂവിനാണ് വില കൂടുന്നത്. അത് എക്സ്പോർട്ട് പോകണമായിരുന്നു, കൂടുതലും എക്സ്പോർട്ട് പോകണമാണ്. ഇപ്പോൾ സദ്യകളൊക്കെ ആവുമല്ലോ ഓണാകുമ്പോൾ, അതനുസരിച്ച് കൂടും. ഇങ്ങനെയാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത്. അതായത് കയറ്റുമതി ഉയരുന്നതാണ്, മഴ പ്രധാനമായിട്ടും വാഴകൃഷിയെ ബാധിക്കുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഓണമാകുമ്പോഴേക്ക് വില കുറയുമോ എന്നത് നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അതായത് ഞാലിപ്പൂവൻ കൂടുതൽ കയറ്റുമതിയുള്ളതാണ്. നേന്ത്രപ്പഴത്തിനാണ് കേരളത്തിൽ ഡിമാൻഡെങ്കിലും പുറത്തേക്ക് ഞാലിപ്പൂവൻ കയറ്റുമതി കൂടുതലാണ്. പച്ചക്കറിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പഴവർഗ്ഗത്തിൻ്റെ വിലയും കൂടി വരുന്നത്. വാഴപ്പഴം, അതായത് മലയാളികൾക്ക് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വാഴപ്പഴത്തിന് വില കൂടി വരികയാണ്. ഇപ്പോൾ നമ്മളുള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ, അതായത് വാഴപ്പഴത്തിൻ്റെയൊക്കെ ഒരു സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ കൊച്ചി. അഞ്ജലി, നിൽക്കുന്നയിടത്ത് 80 രൂപയ്ക്ക് ഞാലിപ്പൂവൻ കിട്ടും. നമുക്കൊന്ന് തിരുവനന്തപുരത്ത് പോയി നോക്കിയാലോ? തിരുവനന്തപുരത്ത് എത്രയാണ് വില? ഓണം ആകാറായി, ഇപ്പോൾ മഴക്കാലമാണ്. എന്താണ് വില നിലവാരത്തെക്കുറിച്ച് കച്ചവടക്കാർ പറയുന്നതെന്ന് റിനു ശ്രീധർ പറയും. സുജയ, വാഴപ്പഴങ്ങളുടെ രാജാവ് വില കൊണ്ടും ഗുണം കൊണ്ടും എല്ലാം തന്നെ ഏത്തനായിരുന്നെങ്കിൽ ഇപ്പോൾ ഏത്തനെ കടത്തിവെട്ടി രസകദളി, തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം രസകദളി അഥവാ ഞാലിപ്പൂവൻ മുന്നേറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പാളയം മാർക്കറ്റിലാണ്. പാളയം മാർക്കറ്റിൽ ഈ കൊലക്കച്ചവടം അല്ലെങ്കിൽ കൊലക്കടകൾ നിരവധിയുണ്ട് എന്നുള്ളതാണ്. ഇവിടെയെല്ലാം തന്നെ രസകദളിക്ക് അഥവാ ഞാലിപ്പൂവന് നല്ല വിലയുണ്ട്. ഇവിടെ മാത്രമല്ല, ചാലക്കമ്പോളത്തിൽ ഉൾപ്പെടെ നല്ല വിലയാണ്. നിലവിൽ ഇവിടെ 100 മുതൽ 120 രൂപ വരെ വിലയുണ്ട് എന്നുള്ളതാണ്. ഈ ഞാലിപ്പൂവൻ അഥവാ രസകദളി കിട്ടാനില്ലാത്തതാണ് ഇത്തരത്തിൽ വില വർദ്ധിക്കാൻ കാരണം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പച്ചക്കറികൾക്കൊപ്പം ഈ അടുത്ത കാലത്തായി പഴവർഗ്ഗങ്ങൾക്കും വലിയ വിലയുണ്ട്. 5 രൂപ മുതൽ 25 രൂപയോളമാണ് വിവിധ വാഴപ്പഴങ്ങളുടെ വില ഉയർന്നത് എന്നുള്ളതാണ് വിപണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഓരോ ദിവസവും 2 രൂപ വെച്ച് പഴവർഗ്ഗങ്ങൾക്ക് വില കൂടുന്നു എന്നുള്ളൊരു കാര്യവും ഇവിടുത്തെ കച്ചവടക്കാർ നമ്മളോട് പറയുന്നുണ്ട്. വലിയ സൂപ്പർ മാർക്കറ്റുകളിലാണെങ്കിൽ ഇതിനേക്കാൾ വലിയ വിലയാണ് എന്നുള്ളതാണ് ഈ കച്ചവടക്കാർ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഈ ഇവിടുത്തെ പഴക്കച്ചവടക്കാരനായിട്ടുള്ളൊരു ചേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ രസകദളി, നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം രസകദളി അല്ലെങ്കിൽ ഞാലിപ്പൂവൻ ഇപ്പോൾ എങ്ങനെയാണ് വില? ചേട്ടാ, ഇപ്പം നിലവിൽ 120 രൂപയാണ് ഒരു കിലോയ്ക്ക്. എല്ലാ വർഷം ഈ ടൈമാകുമ്പോൾ ഇതേ വില വരും. ഇപ്പം ശരിക്കും സാധനം വളരെ കുറവാണ്. പിന്നെ ഓണം അടുപ്പിച്ച് ഇനി ഇതിലും വില കൂടാനാണ് സാധ്യത. 160, 180 രൂപ എല്ലാ വർഷം അങ്ങനെയാണ് വരുന്നത് നിലവിൽ. സാധാരണ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വില കൂടാറുണ്ട്. എന്താണ് ഈ വില കൂടാനുള്ളൊരു കാരണം? സാധനം വളരെ ഇല്ല. സാധനം ഉണ്ടെങ്കിൽ ഇത്ര വില വരാൻ സാധ്യത കുറവാണ്. ഇപ്പം നിലവിൽ രസകളിലേക്ക് വളരെ കുറവാണ്. ഇപ്പം അത് എല്ലാ വർഷം ഇതുപോലെ ഈ ടൈമാകുമ്പോൾ, ഓണം സമയമാകുമ്പോൾ ഏകദേശം ഇത്രയും വില വരും. ഈ രസകദളി അഥവാ ഞാലിപ്പൂവിന് ആരോഗ്യപരമായി അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന് മുഖ്യ പങ്കുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഞാലിപ്പൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയ്ക്ക് ചെറിയ കുലയും കായുമാണ് എന്നുള്ളതാണ്. കൂടാതെ പുറംതൊലിക്ക് കട്ടി തീരെ കുറവുണ്ട്. പഴത്തിന് നല്ല മധുരവുമുണ്ട്. ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ നിയന്ത്രിക്കുവാൻ ഞാലിപ്പൂവൻ പഴത്തിന് കഴിയുമെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പോലും പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രസകദളി അഥവാ ഞാലിപ്പൂവിന് ആവശ്യക്കാർ ഏറെയാണ്. എന്തായാലും
ഈ പാളയം മാർക്കറ്റിലും കുലക്കച്ചവട അല്ലെങ്കിൽ കുലക്കടയിലേക്ക് നിരവധി പേർ ഇത് അന്വേഷിച്ച് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ഓരോ ദിവസവും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ദിവസവും 2 രൂപ വെച്ച് ഈ ഞാലിപ്പൂവന് വില വർദ്ധിക്കുന്നു എന്നുള്ള ഒരു കാര്യവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് മറ്റ് പഴവർഗ്ഗങ്ങളേക്കാൾ വാഴപ്പഴ വർഗ്ഗങ്ങളേക്കാൾ വില ഇപ്പോൾ നിലവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഞാലിപ്പൂവൻ അഥവാ രസകദളിക്ക്. എങ്കിൽ പോലും ആവശ്യക്കാർ ഏറെയാണ്, ആരോഗ്യപരമായി ഗുണമുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ പാളയം മാർക്കറ്റിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ചാലക്കമ്പോളത്തിലെല്ലാം തന്നെ ഈ ഞാലിപ്പൂവൻ അഥവാ രസകദളി തിരക്കി നിരവധി പേർ എത്തുന്നുണ്ട്. ഇനി ഓണക്കാലമാവുമ്പോഴേക്കും ഇതിനേക്കാൾ തിരക്കായിരിക്കും ഈ ഒരു പഴത്തിന്. കാരണം സദ്യയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ രസകദളി അഥവാ ഞാലിപ്പൂവൻ പഴങ്ങൾ തന്നെയാണ് വിളമ്പുന്നത്. സുജയ. ഓക്കെ, റിനു ശ്രീധർ, തിരുവനന്തപുരത്തെ മാർക്കറ്റിലെ വില നിലവാരമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോഹനൻ ചേട്ടൻ എന്താ സന്ദേശം അയച്ചിരിക്കുന്നു. സുജയ, പാലക്കാട് ജില്ലയിൽ തത്തമംഗലത്ത് ഞാലിപ്പൂവിന് വില 70 രൂപയേ ഉള്ളൂ. അത്യാവശ്യം ഈ വഴി പോവുകയാണെങ്കിൽ ഇവിടുന്ന് മേടിച്ചാൽ മതി 30 രൂപ ലാഭിക്കാം. തത്തമംഗലത്തേക്ക് ഞാൻ വരുന്നുണ്ട്. ഞാലിപ്പൂവിന് ഒരു കൊലയങ്ങ് നമുക്ക് വാങ്ങിച്ചേക്കാം. അതാകുമ്പോഴേക്കും ഒരാഴ്ച മുഴുവൻ പുട്ടുണ്ടാക്കി ലാവിഷായി കഴിക്കാം. അപ്പോൾ തത്തമംഗലത്തെ കാര്യം പറഞ്ഞതുകൊണ്ട് കോഴിക്കോട്ടേക്ക് കൂടി ഒന്ന് പോകണം. കോഴിക്കോട്ട് മൊത്തക്കച്ചവട കേന്ദ്രങ്ങളിലൊക്കെ ഞാലിപ്പൂവിന് തിരുവനന്തപുരത്തെയും കൊച്ചിയെ അപേക്ഷിച്ച് കുറവാണ് വില, 67 രൂപയേ ഉള്ളൂ. പക്ഷേ ചില്ലറ വിപണന കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ 80 രൂപ വരെ ആകുന്നു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. സാനിയോ അവരോട് സംസാരിച്ചു, അതുകൂടി കാണാം. ഞാലിപ്പൂവിന് വില കൂടി, അതായത് മാർക്കറ്റുകളിൽ ഞാലിപ്പൂവിന് നല്ല ഡിമാൻഡാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോഴിക്കോട് ഭാഗത്ത് അതിന് ആണിപ്പൂവൻ എന്ന് കൂടി പറയും. നമ്മളൊരു ഈ പഴങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഈ ആണിപ്പൂവിന്, അതായത് ഞാലിപ്പൂവിന് വില കൂടിയിട്ടുണ്ടോ? മുന്നേ 50 റുപ്യ നിന്നത്, അപ്പം 67. എന്തായിരിക്കും വില കൂടാനുള്ള കാരണം? ഒന്നാമത് എല്ലാവരും കൃഷി കുറച്ച് പേര്, പിന്നെ കാലാവസ്ഥൻ്റെ വ്യതിയാനം കൊണ്ട് കുറേ മഴകളൊക്കെ നശിച്ചുപോയി. ഈ ആളുകൾ കൃഷി ചെയ്യുന്നത് കുറഞ്ഞോ? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വാഴയെങ്കിലും വീട്ടിലുണ്ടാവും. തീർച്ചയായിട്ടും സാധനവും ഉൽപ്പാദിപ്പിക്കുന്നത് കുറവ്, പിന്നെ സാധനം വരവ് കുറവ്, പിന്നെ ഉള്ളതിന് ഇപ്പോൾ വില കൂടിയിട്ടാണ് ഉള്ളത് വരുന്നത്. അത് കൂലിച്ചെലവ് ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് അത്രയും പൈസ കൂടിയതിനെ കൊണ്ടാണ് ഇപ്പോൾ. ഈ ആണിപ്പൂവ് മാത്രമല്ല, മൈസൂർ ഇപ്പോൾ അവിടെ മാർക്കറ്റ് കാണാനില്ല. മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 25-30 വിറ്റത് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പകുത്താണിപ്പോൾ മൈസൂർ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 50 റുപ്യ പിന്നെ റീറ്റെയിൽ ഷോപ്പ് കൊടുക്കണം. അത് അങ്ങനത്തെ പോലെ എല്ലാതും കഴിഞ്ഞിട്ട് വിൽക്കുന്നവനും ഇല്ല ലാഭം, പിന്നെ ഇവിടെ ഹോൾസെയിലായിട്ട് വിൽക്കുന്നവർക്കും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഈ റോബസ്റ്റ, നേന്ത്രൻ ഇതിനേക്കാളിലൊക്കെ കൂടുതലാണോ ഞാലിപ്പൂവൻ? എല്ലാം ഇപ്പോൾ റോബസ്റ്റിനും ഇപ്പം പൈസ കൂടുതലാണ്. സാധാരണ എല്ലാവർക്കും ഈ ഞാലിപ്പൂവനാണ് ഇഷ്ടമുള്ളൊരു പഴം. അത് വാങ്ങുന്നതിൽ കുറവുണ്ടോ? ചെറുകിട കച്ചവടക്കാരൊക്കെ ഇപ്പം കൊണ്ടുപോയാലും നിർത്തും. പുട്ടും പഴമൊക്കെ തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതെ, പുട്ടും പഴവും എല്ലാം തന്നെ. ഇപ്പം എല്ലാത്തിനും മൊത്തത്തിൽ പിന്നെ പണി കുറവ്, കൂലിച്ചെലവ് ജാസ്തി. ഇപ്പോൾ ചിലവാകുന്ന സമയത്ത് ഇപ്പോൾ റീറ്റെയിൽ ഷോപ്പിൽ 75-50 റുപ്യ ആണിപ്പൂവന് കൊടുക്കണം. അതൊക്കെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള ഇല്ലല്ലോ. അതാണ് ഇനിയിപ്പോൾ പുട്ടും പഴമൊക്കെ തിന്നുമ്പോൾ ഒന്ന് ആലോചിക്കണം എന്നാണ് ചേട്ടനും പറയുന്നത്. ഹോൾസെയിൽ കടയിൽ 67 രൂപയാണ്, 67-68 നിലയ്ക്കാണ് കോഴിക്കോട്. അത് റീറ്റെയിൽ കടകളിലേക്ക് എത്തുമ്പോൾ 80 രൂപ വരെ ആവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാലത്തും ഞാലിപ്പൂവൻ എന്ന ആണിപ്പൂവൻ തന്നെയാണ് ഈ പഴങ്ങളിൽ മുന്നിട്ട് നിൽക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഗ്രാജ്വലി അതിൻ്റെ വില ഇങ്ങനെ കൂടുകയായിരുന്നു. കാലാവസ്ഥയും മറ്റുമാണ് അതിന് കാരണമെന്നും ഈ കച്ചവട കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നു.